സലിജാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മാങ്ങാപ്പച്ചടിയാണ്. ഒരു ട്രഡീഷണൽ ഐറ്റമാണിത്. ഇതിനു വേണ്ടി 1 കപ്പ് മാങ്ങ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഈ വലുപ്പത്തിൽ ഉള്ള പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. മാങ്ങ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചടിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 3/4 കപ്പ് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് എപ്പോഴും മാങ്ങയുടെ പുളി നോക്കി ചേർക്കണം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി തിളയ്ക്കാൻ പാടില്ല. അതിന് മുമ്പേ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും മാങ്ങ കടുക് വറക്കണം. പച്ചടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്കുള്ള കടുക് വറക്കണം. അതിനായി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും വറ്റൽമുളക് നുറുക്കിയതും കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കണം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങാപ്പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.